നമസ്കാരം, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. സെൻസെക്സ് ഏകദേശം 77 പോയിന്റ്സും നിഫ്റ്റി 32 പോയിന്റ്സും നിഫ്റ്റി ബാങ്ക് 72 പോയിന്റ്സും ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് ന്യൂസ് കേട്ടവർക്ക് കൃത്യമായി തന്നെ ഈ ഒരു വാർത്ത നമ്മൾ പറഞ്ഞിരുന്നതാണ്. GST നിരക്ക് കുറച്ചതിന് ശേഷം ഓട്ടോ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. നിഫ്റ്റി ഓട്ടോ ഇന്ന് 3% നേട്ടമാണ് ഉണ്ടാക്കിയത്. അതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് M&M 3.93%, ടാറ്റ മോട്ടോഴ്സ് 4%, ബജാജ് ഓട്ടോ 4%, ഐഷർ മോട്ടോഴ്സ് 3.5%, TVS മോട്ടോഴ്സ് 3.3%, അശോക് ലൈലൻഡ് 5%, ഭാരത് ഫോർജ് 5.8% എന്നിങ്ങനെയാണ് നേട്ടമുണ്ടാക്കിയ കമ്പനികളുള്ളത്. IT ഇൻഡെക്സ് 1% ഇടിഞ്ഞിരുന്നു. US ഔട്ട്സോഴ്സിംഗ് നികുതി സാധ്യതകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയാണ് IT ഓഹരികൾ 1% ഇടിഞ്ഞത്. കൺസ്യൂമർ ഓഹരികളിൽ ഒരു സെല്ലിംഗ് ആണ് കണ്ടത്. ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ്, നെസ്ല തുടങ്ങിയവയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം കാണാൻ കഴിഞ്ഞു. മോർഗൻ സ്റ്റാൻലിയുടെ അപ്ഗ്രേഡിന് ശേഷം JSW സ്റ്റീൽ 3% ഉയർന്നു. പ്രൊമോട്ടർ ഓഹരികൾ ഉയർത്തിയതിനാൽ ഇൻഡസ് ടവേഴ്സ് 2% ഉയർന്നു. കൂടാതെ JP അസോസിയേറ്റ്സിനെ ഏറ്റെടുക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ വേദാന്ത ഏകദേശം 2.5% ഇന്ന് ഇടിഞ്ഞത്. മൊബിക്വിക്ക് ഏകദേശം 11% ഉയർന്നത്. ഒരു മാസം കൊണ്ട് 49% സ്റ്റോക്ക് ഉയർന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഇന്ത്യൻ വിപണിയിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. അതിനു മുന്നേ ആയി ആരെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ 55% ഡിസ്കൗണ്ടോട് കൂടി ഓണത്തിൻ്റെ ഓഫർ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ US മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. S&P 500ഉം നാസ്ഡാക്കും പോസിറ്റിവിറ്റിയിലാണുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഇംപ്ലൈഡ് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 20 പോയിന്റ്സ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് കാണുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കുറച്ച് സ്റ്റോക്കുകളുടെ നമ്മുടെ വ്യൂസ് ആണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ആദ്യത്തെ സ്റ്റോക്ക് മദർസൺ സുമി എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടിനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് 100.6 എന്ന ലെവലിനൊക്കെ മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 115ഉം സെക്കൻഡ് ടാർഗറ്റ് 129ഉം ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോക്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടിനായിട്ടാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് കൂടി വെക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അടുത്തതായി മറ്റൊരു പാറ്റേണിലുള്ള സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ പോകുന്ന എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റോക്കിൽ ഇപ്പോൾ ഈ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കൂടി ലഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 459ഉം സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 508ഉമാണ്. സ്റ്റോക്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 404ഉമാണ്. മറ്റൊരു സ്റ്റോക്ക് സ്വരാജ് എൻജിൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 4626ആണ്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 4202മാണ്. ഈ സ്റ്റോക്കുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നല്ല ബ്രേക്ക് ഔട്ട് ലഭിച്ച സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും ഒക്കെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു എക്സ്പേർട്ട് അഡ്വൈസിന് ശേഷം മാത്രം നിങ്ങൾ ഈ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള ബ്രേക്ക് ഔട്ട് വരുന്ന സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് തരുന്നു എന്ന് മാത്രം. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയാനുള്ളത്, ആർക്കെങ്കിലും കൂടുതലായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇത്തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചും കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ഇൻഡെപ്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറുമായി ബന്ധപ്പെട്ട 55% ഡിസ്കൗണ്ടിൽ 3 മാസത്തേക്ക് നിങ്ങൾക്ക് വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നാളെ രാവിലെ വീണ്ടും നമുക്ക് പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഏവർക്കും നന്ദി.